ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഞാൻ നിങ്ങളുടെ സ്വന്തം VX ഗെയിമർ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ 2026 നമ്മുടെ ആദ്യത്തെ വീഡിയോ ആയിട്ടാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ PUBG മൊബൈൽ ഗെയിം പ്ലേ ആണ്. ഓക്കെ, സോ PUBG മൊബൈലിൻ്റെ അക്കൗണ്ട് എക്സ്പ്ലോറേഷൻ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. കണ്ടവരൊക്കെ അത് നല്ല രീതിക്ക് വ്യൂസ് കയറിയിട്ടുണ്ടായിരുന്നു. 47 വളരെയധികം എക്സൈറ്റഡ് ആണ്. ഞാൻ വന്നിരിക്കുന്നത് PUBGയുടെ ഗെയിം പ്ലേ ആയിട്ടാണ്. സോ ലെറ്റ്സ് പ്ലേ TDM മാച്ച്. PUBG ലൈറ്റ് പോലെ അത്ര പാടല്ല കേട്ടോ. പിന്നെ ഹാക്കേഴ്സ് ഇല്ല, ബിക്കോസ് ഇപ്പോഴും ഇത് ക്രാഫ്റ്റിൻ്റെ കയ്യിലുള്ള ഗെയിം തന്നെയാണല്ലോ. ഹാക്കേഴ്സ് ഇല്ല, അപ്പോൾ കുഴപ്പമില്ല. അത് നമ്മൾ PUBG ലൈറ്റ് കളിച്ചപ്പോൾ ഹാക്കേഴ്സ് വന്നിട്ടേക്ക്. അതുപോലെ ഹാക്കറൊന്നും ഇതിൻ്റെ അത് വരില്ല, നോർമൽ പ്ലെയേഴ്സ് തന്നെയാണ്. വലിയ കുഴപ്പമില്ല, നമ്മൾ തട്ടിമുട്ടിയൊക്കെ ജീവിച്ച് പോണേണ്ട. ഇത് ഒരു കണക്കിന് ഓക്കെ ആയിട്ടുള്ളൊരു മാച്ച് തന്നെയാണ് TDM എന്ന് പറയുന്നത്. പറഞ്ഞു കഴിഞ്ഞാൽ PUBG കളിക്കുന്നത് തന്നെ TDMത്തിന് വേണ്ടിയാണെന്നാണ്. സോ നമ്മുടെ PUBG സീരീസിൽ ഇത് 5ാമത്തെ വീഡിയോ ആണ്. പക്ഷേ എനിക്കൊരു കാര്യം നിങ്ങളുടെ അടുത്ത് പറയാനുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ PUBG സീരീസിലെ തേർഡ് ലാസ്റ്റ് വീഡിയോ ആണത്. കാരണം ഇനി BGMIൻ്റെ ഒരു ഗെയിം പ്ലേ വരും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പറയാൻ പറ്റില്ല, അതെന്താണെന്നൊന്നും എനിക്കറിയില്ല. BGMIൻ്റെ ഒരു TDM മാച്ചാണ്. BGMIൻ്റെ ഒരു TDM മാച്ചായിരിക്കും ഈ ഒരു സീരീസിൻ്റെ അവസാനത്തെ വീഡിയോ. അതിനു മുമ്പൊരു ക്ലാസിക് ചിക്കൻ ഡിന്നർ അടിക്കുന്ന ഒരു വീഡിയോ. ചിക്കൻ ഡിന്നർ അടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഒരു നോർമൽ എറാങ്കിൾ മാപ്പ്, ഫുൾ മാപ്പ് ഗെയിം പ്ലേ കളിക്കാനായിട്ടൊരു താല്പര്യമുണ്ട്. സോ അതിൻ്റെ ഒരു വീഡിയോ ഉറപ്പായിട്ട് ഇടുന്നതായിരിക്കും. അത് ഞാൻ BGMI തന്നെ ആയിരിക്കും കളിച്ചിടുന്നത്, ബിക്കോസ് ഇത് ബാനായ ഗെയിമല്ലേ. BGMI കളിക്കുന്നതാണ് നമുക്ക് സേഫ്. സോ മേ ബി ദിസ് ഈസ് ദ ലാസ്റ്റ്, മേ ബി അല്ല, ദിസ് ഈസ് ദ ലാസ്റ്റ് വീഡിയോ ഓഫ് PUBG മൊബൈൽ. ഓക്കെ, അതങ്ങനെ മനസ്സിലാക്കുക. സോ അത്ര ഫാസ്റ്റായിട്ടൊന്നും കളി പോകുന്നില്ല കേട്ടോ, വളരെ പതുക്കെയാണ് കളി പോകുന്നത്. PUBG ലൈറ്റ് കളിച്ച പോലെ ഭയങ്കര സ്പീഡിലൊന്നും അല്ല കളി പോകുന്നത്, ഭയങ്കര പതുക്കെയാണ്. ആൾക്കാർ കില്ല് ചെയ്യണത് തന്നെ. ഇനി കില്ലെന്നുള്ളതൊക്കെ മാറ്റി എലിമിനേഷൻ ആക്കി. PUBG അല്ല, BGMIയിലാണെങ്കിൽ ഫിനിഷേഴ്സ് ആക്കി. അങ്ങനെയാണ്. BGMIയിൽ എലിമിനേഷൻ ഇട്ട് കഴിഞ്ഞാൽ പിള്ളേരൊക്കെ വഴി തെറ്റിപ്പോകുമെന്നാണ് പറഞ്ഞത്. എന്താ ഫിനിഷൻ ഇട്ടാൽ വഴി തെറ്റിപ്പോകും? കുറേ പൊട്ടത്തരങ്ങൾ. 30-21 നമ്മൾ എന്താ കളി നമ്മൾ ജയിക്കും എന്നാണ് നമ്മൾ PUBG ലൈറ്റിൻ്റെ അവസാനത്തെ വീഡിയോയിലും പറഞ്ഞത്. അവസാനത്തെ ഒരു മാച്ച്, 2ാമത്തെ മാച്ച് എടുക്കുന്നത്. അപ്പോൾ നമ്മളിത് തന്നെയാണ് പറഞ്ഞത്, കളി നമ്മൾ പിടിക്കുമെന്ന്. എന്നിട്ട് ഹാക്കർ വന്ന് അടിച്ച് നശിപ്പിച്ചെല്ലാം കളഞ്ഞ് വാട്ടെവർ. എന്തായാലും ഈ കളി നമ്മൾ ജയിക്കാതെ ഉറപ്പാണ്. PUBGയിൽ ഹാക്കർ ഉണ്ടാവില്ല, അതോ പേടിക്കണ്ട. PUBGയിൽ ഹാക്കർ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. PUBGയിൽ ഹാക്കർ ഉണ്ടാവില്ല, കാരണം ഇതിപ്പോഴും റണ്ണിങ് ചെയ്യുന്ന ഗെയിമാണ്. PUBG ലൈറ്റ് 2023 വരെ അപ്ഡേറ്റ് ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ 2023 കഴിഞ്ഞ ശേഷം PUBG ലൈറ്റ് അപ്ഡേറ്റ് വന്നിട്ടില്ല. PUBG ലൈറ്റ് ഐ തിങ്ക് അങ്ങനെ ഒരു ഗെയിം ഉണ്ട് എന്നല്ലാണ്ട് അത് പ്രോപ്പറായിട്ട് അപ്ഡേറ്റ്സ് കൊണ്ടുവന്ന് അതിനെ മെയിൻറ്റെയിൻ ചെയ്യാറില്ലെന്ന് തോന്നുന്നു ക്രാഫ്റ്റൺ. ആ പരിപാടി നിർത്തിയെന്ന് തോന്നുന്നു. ഏകബ്ലേ എടുത്തൊരു വീഡിയോ. അയ്യോ, തൊട്ട് തുടങ്ങുന്നത് പകല്. ഓ ഷിറ്റ്, അതെന്തും കടകളോടാ. എൻ്റെ മോനെ, VX ലാൻഡ് എടുത്ത ഫൈനൽ ബ്ലോ. ഓ, അത് കിണ്ണ ഷോട്ടായിരുന്നു കേട്ടോ. AWM വെച്ച് അവസാനത്തെ ഷോട്ട് എടുത്തു കിണ്ണൻ. എന്നാടാ നമ്മൾ തേർഡാണ്, 8 കില്ല്. സോ അങ്ങനെ PUBGയിൽ നമ്മൾ കപ്പടിച്ചു. അതായത് PUBG ലൈറ്റിൽ നമ്മൾ തോറ്റുപോയെങ്കിലും PUBG മൊബൈലിൽ നമ്മൾ കപ്പടിച്ചിട്ടുണ്ട്.
ബിക്കോസ് പബ്ജി ലൈറ്റ് അത്ര ഇതല്ല, അതായത് ഹാക്കിങ് തന്നെയാണ് പബ്ജി ലൈറ്റിൻ്റെ പ്രശ്നം. പബ്ജി ലൈറ്റ് ഈസ് നോട്ട് എ കൺട്രോളിങ്, അതായത് മെയിൻറ്റെയിൻ ചെയ്യുന്നൊരു ഗെയിം അല്ല അത്. പക്ഷെ പബ്ജി മൊബൈൽ ഇപ്പോഴും ക്രാഫ്റ്റിൻ്റെ കയ്യിൽ തന്നെയാണ്, ഒരു കുഴപ്പമില്ല. എന്തൊക്കെയാണ് ഈ കാണുന്നത്, എന്തൊക്കെയാണ് അത്? ഇതെന്താണ് 2026 രൂപയോ? സെക്യൂരിറ്റി തന്നെ റീകോൾ ടോക്കൺ. ഗൈസ്, നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചായിരുന്നോ? ഇത് ഇന്ത്യൻ ഫ്ലാഗ് പോലെ ഉണ്ടല്ലോ അല്ലേ? ഇത് ഇന്ത്യൻ ഫ്ലാഗിൻ്റെ കളർ പോലെയാണല്ലോ എനിക്ക് തോന്നണേ. ഇന്ത്യയിൽ ബാനല്ലേ ഇത്, പിന്നെന്താ അങ്ങനെ ഇന്ത്യൻ ഫ്ലാഗ് എടുത്തിട്ടാണ്? വാട്ടെവർ. സോ ഒരു മാച്ചും കൂടെ കളിക്കാം. സോ ഇറ്റ് ഈസ് ദ ലാസ്റ്റ് മാച്ച് വി ആർ പ്ലേയിങ് പബ്ജി മൊബൈൽ. പബ്ജി മൊബൈൽ. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ഡ്രസ്സ് മാറ്റാം. ഇതുണ്ടാവും. ഷാർക്ക് തന്നെ മതിയില്ലേ? Let's get into guys. പിന്നെ പബ്ജി കളിക്കുന്നത് എങ്ങനെയാണ്, ഇന്ത്യയിൽ എങ്ങനെയാണ് പബ്ജി കളിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ പബ്ജി ഡൗൺലോഡ് ചെയ്യുക, ഏതെങ്കിലും ഒരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇല്ലെങ്കിൽ ടാപ്പിങ് ഡൗൺലോഡ് ചെയ്യുക, അല്ലെങ്കിൽ VPN യൂസ് ചെയ്ത് പ്ലേ സ്റ്റോർ റിഫ്രഷ് ചെയ്തിട്ട് പ്ലേ സ്റ്റോർ വഴി ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്തെടുത്തതിന് ശേഷം VPN ഓൺ ആക്കുക, സിംഗപ്പൂരിലേക്ക് ഇടുക. ഇപ്പോൾ പ്രൊമോട്ട് ചെയ്യാൻ പറയുകയാണെങ്കിൽ ഞാൻ ക്വിക്ക് VPN ആണ് എൻ്റെ റെക്കമെൻഡേഷൻ. ഞാനതാണ് യൂസ് ചെയ്യണത്. ഒട്ട് ലാഗൊന്നും ഇല്ല കേട്ടോ. ക്വിക്ക് VPN എന്ന് പറയുന്നത് ജസ്റ്റ് സിമ്പിളാണ്, അതിൻ്റെ എല്ലാ സെർവറും ഉണ്ടാവും. നേരെ സിംഗപ്പൂർ സെലക്ട് ചെയ്യുക. ഇതന്നെയാണ് ഗൈസ്. പബ്ജി തുടങ്ങുമ്പോൾ തന്നെ അടിയാണല്ലോ. 4-10 5-12 ഇതെങ്ങനെയാണ് ഇവന്മാർ അടി തുടങ്ങിയ? ഞാൻ മഞ്ഞേനും അടി തുടങ്ങിയ, കിങ് മഞ്ഞേനും മുമ്പേ അടി തുടങ്ങിയ ഗൈസ്. എന്താ മര്യാദ? അവിടെ ഒരു മര്യാദരാമനുണ്ട്, മര്യാദരാമനെ ചെയ്യണം. എൻ്റെ പൊന്നോ, അങ്ങ് പോലെ ഗൈസ്. 7-17 ഗൈസ്, ഭയങ്കര പാടാണല്ലോ. ടഫ് ടീമാണല്ലോ ഗൈസ് ഇപ്രാവശ്യം വന്നത്. ഒയ്യോ, ടഫ്. ഇവന്മാരെ നമുക്ക് എന്തായാലും നേരിട്ട് അടിക്കാൻ പറ്റുമോ? നമുക്ക് എന്തായാലും നടുക്ക് പോയിട്ട് കളഞ്ഞിട്ട് അടിക്കാം. 10-20 പൊന്നോ, പണി പാളി. ഇവിടെ പൊണ്ണേ മാട്ടി. 11-22 23 ഈ കളി തോറ്റ കേസ്. അവസാനത്തെ കളിയും തോറ്റല്ലോ. എന്നാ അവസ്ഥ? ഇതന്നെയാടാ ഞാൻ അടിച്ചിട്ട് 25. അവൻ ഈ വഴി തന്നെ. വന്ന എലിമിനേഷൻ. ഇതാരും കിടക്കണം. എൻ്റെ പൊക്കത്ത് തീർക്കുന്നുണ്ട്. അവനെ തീർക്കണ കേസ്, അവനെനിക്ക് തീർക്കണ കേസ്. അവനങ്ങനെ വിട്ടുവെച്ച കാര്യമുണ്ട്. വിട്ടുവെച്ചാൽ നമ്മുടെ തലേക്കറി ഏതും ബാക്കിൽ നിന്ന് അടിക്കണോ? അപ്പോൾ 2 എലിമിനേഷൻ. മൂന്ന് എലിമിനേഷൻ. നാല് എലിമിനേഷൻ. എൻ്റെ പൊക്കത്തുനിന്ന് സുഖമായിട്ട് അടിച്ചിട്ട് വേണം അമ്മാരി. ഓടിക്കും ഒടിച്ച് 35 ആയല്ലേ.
56 നമ്മൾ കളി ഉണ്ടോ എന്തായാലും. പക്ഷെ നമ്മൾ ഇട്ട് കൊടുക്കരുത്. ഒരു കില്ലെങ്കിലും എടുക്കണം ഗൈസ്. ഒരൊറ്റ എലിമിനേഷനെങ്കിലും നമുക്ക് എടുത്തേ പറ്റും. ഇത് നാണക്കേടാണ്. എടുക്കാൻ പോണേ. എടുത്തു ഗൈസ്. എലിമിനേഷൻ എടുക്കുമെന്ന് പറഞ്ഞാൽ എടുത്തു. ഇത് ആരാടാ? കളി തോറ്റിട്ടുണ്ട്. NXF CO ലാൻഡഡ്. അയ്യോ ഡിഫീറ്റ്. ആദ്യത്തെ കളി ജയിച്ചു, അടുത്ത കളി തോറ്റു. എന്നാ അവസ്ഥയാണ്. കുഴപ്പമില്ല. ഇറ്റ്സ് ഓക്കെ ഗൈസ്. പ്രാവശ്യം നമ്മൾ തേട് തന്നെയാണ്. എത്ര ഇല്ലെടുത്തൊന്നും ശ്രദ്ധിച്ചില്ലല്ലേ. എത്ര ആവട്ടെ, തോറ്റു പോയില്ല. ഇനിയിപ്പോൾ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ ലാസ്റ്റ് വീഡിയോ ഒരു കഷ്ടകാലത്തിലേക്ക് പോയി എത്തിത്തീർന്നല്ലോ ഗൈസ്. എന്തായാലും കുഴപ്പമില്ല. ഇറ്റ്സ് ഓക്കെ ഗൈസ്. തോൽവിയും വിജയമൊക്കെ ഒരു ഗെയിമിൻ്റെ പാർട്ടാണ്. അത് നമ്മളങ്ങനെ വിചാരിച്ച് മനസ്സിനടുത്ത് കളയുക. അപ്പോൾ അവസാനമായിട്ട് ഒരു കറക്കും കൂടെ കറക്കിയിട്ട് നമുക്ക് പോകാം ഗൈസ്. സോൾഡിയർ ക്രേറ്റ് ആദ്യം കറക്കാം. ഓടിച്ചു, പിന്നെ ഓടിച്ചു. ഇപ്പോഴാണോടാ ഡ്രസ്സ് തന്നെ അത്? ചാവാൻ പോണ നേരത്താണോടാ അതിൻ്റെ? ഒരു സാധനം കിട്ടിയിട്ടുണ്ട് ഗൈസ്. വെറുതെ അവന്മാർ അവസാനമായപ്പോഴാണ് എല്ലാം തന്നെ ഓട്ടന്മാർ. പക്ഷേ ഇത് ഞാൻ ഡിസ്മാൻഡിൽ ചെയ്ത് കളയും. ബിക്കോസ് എനിക്ക് ടെമ്പററി ഐറ്റംസ് ഒന്നും വെച്ചുകൊണ്ടിരിക്കണം എനിക്കിഷ്ടമല്ല. എൻ്റെ അടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു അടിപൊളി ഹെൽമെറ്റ് കിട്ടിയിട്ടുണ്ട്. കൊള്ളാമല്ലേ? കുഴപ്പമില്ലല്ലോ. ഇതിട്ട് തന്നെ നിൽക്കാം. എന്തായാലും ഇത്ര നാൾ ചാർക്കല്ല ഇട്ടുന്നത്. അപ്പോൾ ഇതിട്ട് നിൽക്കാം. അപ്പോൾ അവസാനമായിട്ട് പ്രൊഫൈൽ കാണിച്ചുകൊണ്ട് നമുക്ക് BGMI അല്ല PUBG മൊബൈൽ അങ്ങ് എൻഡ് ചെയ്യാം. സോ 5 years old ആണ്. മാച്ചസ് പ്ലേഡ് 17. മെറിറ്റ് 100 ഇതാണ് എൻ്റെ പേര്, ID എല്ലാം. സോ ഈ ഗെയിം നമ്മളോട് വെച്ച് നിർത്തുകയാണ്. അതോടൊപ്പം PUBG മൊബൈലിൻ്റെ സീരീസ് ഇവിടെ വെച്ച് തീരുകയാണ്. വോൾ സീരീസിൽ PUBG ലൈറ്റ് നമ്മൾ എൻഡ് ചെയ്തു. അടുത്ത PUBG മൊബൈൽ ഇപ്പോൾ എൻഡ് ചെയ്യാൻ പോവുകയാണ്. അതിനുശേഷം BGMI കൂടെ എൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു കേട്ടോ. സോ സൈനിങ് ഓഫ് ഫ്രം VX Gamer. അടുത്തതൊരു BGMIൻ്റെ മൈൻക്രാഫ്റ്റിൻ്റെ വീഡിയോ ആയിട്ട് കാണാമെന്ന് വരെ ബൈ.